നമസ്കാരം. ഒരു ജനവിധി എന്നത് അത് കേവലം വോട്ടെണ്ണലല്ല, മറിച്ച് അത് സാധാരണ പൗരന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഉയരുന്ന ഒരു നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ ആ വ്യക്തിക്ക് പിന്നിൽ അണിനിരുന്നതിന്റെ കഥയാണിത്. എതിരാളികൾ സൈബർ പോരാളി എന്ന് പരിഹസിച്ച ഒരു യുവ നേതാവ് തൻ്റെ ഉറച്ച നിലപാടുകളിലൂടെയും ധീരമായ പ്രതികരണങ്ങളിലൂടെയും ജനമനസ്സിൽ ഇടം നേടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നെങ്കിലും അതിൻ്റെ പ്രതിധ്വനി അത് ഭരണസിര കേന്ദ്രങ്ങളിൽ ചെന്ന് തട്ടുകയുണ്ടായി. ജനം പ്രബുദ്ധരാണ്, അവർ കാണേണ്ടത് കാണും, കേൾക്കേണ്ടത് കേൾക്കും എന്ന ആ ഒരു പ്രസ്താവന അധികാരത്തിൻ്റെ അഹന്തയ്ക്ക് നേരെ ചൂണ്ടിയ ജനകീയ വിരലായിരുന്നു. ഏതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെയും അടിസ്ഥാനം പൊതുജന ശ്രദ്ധയെ തങ്ങൾക്ക് അനുകൂലമായ വിഷയങ്ങളിലേക്ക് തിരിക്കുക എന്നതാണ്. ഭരണകൂടം തങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും പൊതുജനത്തെ വഴിതിരിച്ചു വിടാനായിട്ട് തീവ്രമായ ശ്രമങ്ങളായിരുന്നു നടത്തിയത്. ഒരു വ്യക്തിഗത വിവാദത്തെ അവർ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കാട്ടി. പോലീസ്, ഭരണ സംവിധാനം, സൈബർ ഇടങ്ങൾ എന്നിവയെല്ലാം ഒരു പ്രത്യേക കേസിൻ്റെ പിന്നാലെ പാഞ്ഞു. എന്നാൽ ജനങ്ങൾ ഈ അതിപ്രസരം തിരിച്ചറിഞ്ഞു. ഒരു വ്യക്തിക്കെതിരെ ഒരു ഭരണകൂടം മൊത്തം വേട്ടയാടുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഈ ഒരു വേട്ടയാടൽ അത് നീതിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ സത്യത്തെ മൂടി വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് ജനം മനസ്സിലാക്കിയതോടെ ആ തന്ത്രം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ഒരു വൈകാരിക വിഷയമായി നിലകൊള്ളുന്ന ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിലും നിർണായക സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഭരണപക്ഷം ഏറ്റവും ഭയപ്പെട്ടതും മറയ്ക്കാൻ ശ്രമിച്ചതുമായ ഒരു വിഷയമായിരുന്നു അത്. യുവ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പലരും ഇത് തുറന്നു പറഞ്ഞിരുന്നു. വ്യക്തിപരമായിട്ടുള്ള വിവാദങ്ങൾ ആളിക്കത്തിച്ച് പ്രധാന പ്രശ്നമായ ശബരിമലയെ മുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നു. വിശ്വാസങ്ങളെല്ലാം തന്നെ വഞ്ചിക്കുന്ന നിലപാടുകൾ, ആരോപണ വിധേയരായവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം ജനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് തങ്ങളുടെ വിശ്വാസങ്ങളിൽ കളങ്കം ചാർത്തിയവർക്കെതിരെ വിശ്വാസി സമൂഹം രേഖപ്പെടുത്തിയ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. ഭരണകൂടത്തിൻ്റെ കൈകൾ കളങ്കിതമായിരുന്നില്ലെങ്കിൽ ആ അന്വേഷണങ്ങളെ അവർ സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു. ഈ വിജയം അത് പ്രതിപക്ഷത്തിൻ്റെ മെടുക്കുകൊണ്ടല്ല എന്ന് ഈ യുവ നേതാവ് തന്നെ വ്യക്തമാക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ഭരണപക്ഷത്തോടുള്ള കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ജനവികാരമാണ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയപ്പോൾ ജനങ്ങൾ തങ്ങളുടെ വിരലിലെ മഷി അത് ഭരണകൂടത്തിൻ്റെ മുഖത്തെ കറുത്ത പാടായി അടയാളപ്പെടുത്തി. അഴിമതികൾ, അതോടൊപ്പം തന്നെ സ്വന്തം താല്പര്യ സംരക്ഷണം, കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒളിച്ചുകളികൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. വികസന നേട്ടങ്ങളെ തള്ളിപ്പറയുന്നില്ലെങ്കിൽ പോലും അതിനപ്പുറം നടന്ന കള്ളക്കളികളും ദുരൂഹതകളും അഴിമതിയും ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഭരണവിരുദ്ധ വികാരമാണ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോരാട്ടത്തിന് ഒരു ജനകീയ പിന്തുണ നൽകിയത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഭരണകൂടം ഒരു വ്യക്തിയെ ഉന്നമിടുമ്പോൾ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വളരെയധികം വലിയ പ്രാധാന്യമുണ്ട്. ഒരു MLA-ക്കെതിരെ തുടരെ കേസുകൾ വരികയും പ്രത്യേക അന്വേഷണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്തത് അത് ഒരു അസാധാരണ നടപടിയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഉഭയകക്ഷി ബന്ധം എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. മാധ്യമങ്ങൾ പോലും ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിനൊപ്പം നിന്ന ഒരു ഘട്ടത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹം പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചത് ഭരണകൂടം ഉയർത്തിയ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ഇത് കേവലം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ച ഭരണപക്ഷത്തിന് ലഭിച്ച നിയമപരമായിട്ടുള്ള തിരിച്ചടിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം, കടുത്ത ആരോപണങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നത് തന്നെയാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാനുള്ള ഭരണപക്ഷത്തിൻ്റെ ശ്രമത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കാമെന്നും അവർ വിശ്വസിച്ചു. രാഷ്ട്രീയ വേട്ടയാടലിന് ഇരയായ വ്യക്തിയോടുള്ള പൊതുജനത്തിൻ്റെ സഹാനുഭൂതിയും ഭരണപക്ഷത്തോടുള്ള അമർഷവുമാണ് ഈ നിലപാടിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നു. ഈ വിജയത്തിൻ്റെ അലയൊഴികൾക്കിടയിലും യുവ നേതാവിൻ്റെ അടുത്ത സുഹൃത്തിന് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവി അത് ഈ വിവാദങ്ങൾക്ക് പ്രാദേശികമായി എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. വിവാദത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു സുഹൃത്തിനെ തൻ്റെ പൂർണ്ണ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജനങ്ങൾ ആ തീരുമാനത്തെ തള്ളിക്കളഞ്ഞു. ഒരു വശത്ത് ഭരണകൂടത്തെ തള്ളിക്കളഞ്ഞ ജനം മറുവശത്ത് ഈ വിവാദങ്ങളോട് ബന്ധമുള്ള വ്യക്തിയെയും തിരസ്കരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജനങ്ങളെ കബളിപ്പിക്കാനും വഴിതെറ്റിക്കാനുമുള്ള നീക്കങ്ങൾ ഇനി വിലപ്പോവില്ല. അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ വിറയ്ക്കുകയാണ്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ മുന്നിലുള്ള വലിയ കടമ്പ. പോയ മാനം തിരിച്ചുപിടിക്കാൻ CPM-നും സർക്കാരിനും വലിയ പരിശ്രമം ഇനി വേണ്ടിവരും. വിശ്വാസികളെ വഞ്ചിച്ചതും പൊതുജന താല്പര്യങ്ങൾക്ക് മുകളിൽ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയതും ശക്തമായ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ചുവടുവയ്പും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രം
മുന്നോട്ട് പോയാലേ LDF ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ഈ ജനവിധി ഒരു ട്രെയിലർ മാത്രമാകും. ഇനി സിനിമ വരാൻ കിടക്കുന്നതേ ഉള്ളൂ.